ചേട്ടൻ പറഞ്ഞു കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തുള്ളൂ എന്ന്. പക്ഷെ നമുക്കറിയാം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു ലോഹിതദാസ് സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്തുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്താൻ വൈകിപ്പോയി, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഒരു റെക്കഗ്നിഷനോ സപ്പോർട്ടോ അങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ കമൻസ് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറയുന്നതല്ല. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോട് ഈ പറയുന്ന പോലെ ഇപ്പോൾ അല്ല, താങ്കൾക്ക് തോന്നുന്നുണ്ടോ ലേറ്റ് ആയി പോയി? ലേറ്റ് ആയെന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഇല്ല. കാരണം എനിക്ക് പല പ്ലസ്സുകളുമാണ് തോന്നുന്നത്. കാരണം എനിക്ക് എൻ്റേതായിട്ട് സ്വന്തം സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ സ്വന്തം സ്ട്രഗിളുകൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലേ എന്തെങ്കിലും അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റിന് എന്താ പറയുക, നമുക്ക് ഒരു അഭിമാനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ വൈകിപ്പോയി എന്നൊന്നും തോന്നിയിട്ടില്ല. സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ പറയുന്ന പോലെ അച്ഛൻ്റെ പേര് സഹായകമായിരുന്നു പലതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കിട്ടുന്നതിലല്ല, പക്ഷെ എനിക്കൊരു അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ എന്തുകൊണ്ട് അവരെ കണ്ട് സംസാരിക്കാനും ചോദിക്കാനും ഒക്കെ ഈ പേര് വളരെ സഹായിച്ചിട്ടുണ്ട്. ഒരു വർക്കിന് പോകുമ്പോൾ ആളുകൾ നമ്മളെ തിരിച്ചറിയാം, ഇത് ലോഹിതദാസിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചറിയാം. പക്ഷെ നമ്മളായിട്ട് ഇങ്ങനെ പറയാറുണ്ടോ? ഞാനായിട്ട് പറയാറില്ല. പൊതുവെ മാക്സിമം അത് ഒഴിവാക്കി നിർത്താനാണ് നോക്കാറ്. കാരണം അല്ലാതെ എന്നെ ഒരു വ്യക്തിയായിട്ട് ആളുകൾ അറിയട്ടെ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഉള്ളത്. പക്ഷെ തീർച്ചയായിട്ടും ആളുകൾ അറിയും. കാരണം വെച്ചാൽ ഈവൻ ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ പോലും പലർക്കും അറിയില്ല ഓക്കെ ഇന്ന ആളുടെ മകനാണെന്നുള്ളത്. കാരണം ഇന്നലെ രാവിലെ കൂടെ കഴിഞ്ഞ 2 വർഷം 3 വർഷമായിട്ട് എന്നെ കാണുന്നൊരു വ്യക്തി ചോദിച്ചു, അയ്യോ താങ്കൾ ഇന്ന ആളുടെ മകനാണല്ലേ എന്ന്. അപ്പോൾ അത് മാക്സിമം ഞാൻ വെറുതെ പുറത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.